അത് പിന്നെ എൻ്റെ ഒരു സാധനം നവീൻ സാറിൻ്റെ അടുത്തായി പോയി. ഓഫീസിൽ നിന്ന് സാർ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് എന്നെ തിരിച്ചേൽപ്പിക്കാൻ മറന്നു. അതെടുക്കാൻ വേണ്ടി വന്നതാ. തന്റെ എന്ത് സാധനം നവീന്റെ കയ്യിലുള്ളത്? അതെനിക്ക് വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നത്. ശരി, കം വിത്ത് മീ. ദയാ, നീ പെട്ടു മോളെ, പെട്ടു. എല്ലാം തകർന്നു. എന്താ വരുന്നില്ലേ? അതെന്തായിരുന്നു ഐറ്റം? എടോ, നവീന്റെ കൈവശമുള്ള തന്റെ ആ സാധനം എന്തായിരുന്നു എന്നാ ചോദിച്ചത്. അത് പിന്നെ അത് സാറിന്റെ കോട്ടിന്റെ പോക്കറ്റിലുണ്ടാവും. ഈശ്വര, ആ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടാവണേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇതാണോ താൻ അന്വേഷിച്ചു വന്ന സാധനം? അതെ സാർ, ഇത് തന്നെയാണ്. എന്താ ഇത്? ഓ, ഐറ്റം ഇതായതുകൊണ്ടാവും എന്നോട് എന്താണെന്ന് പറയാൻ മാഡം മടിച്ചു തന്നത് അല്ലേ? ആ, ഇത് ഒറിജിനൽ ഡയമണ്ട് ആണല്ലോ. ഇത് എവിടുന്നാ തനിക്ക് വാങ്ങിയതാ? അതെ സാർ. അല്ല സാർ, എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാ, ബർത്ത്ഡേ ഗിഫ്റ്റ്. വാവ്, ഇത്രയും വിലപിടിപ്പുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ തരാൻ കഴിവുള്ള ഫ്രണ്ട്സ് ഒക്കെ തനിക്കുണ്ടല്ലേ? വെരി ഗുഡ്. ആട്ടെ, എന്നാ തന്റെ ബർത്ത്ഡേ? മാർച്ച് 26. ബർത്ത്ഡേ കഴിഞ്ഞെങ്കിലും ഇന്നലെ എന്റെ ഫ്രണ്ട് എന്നെ കാണാൻ വന്നത്, അപ്പോഴാ ഇത് തന്നത്. അങ്ങനെ നവീൻ സാറ് നോക്കാൻ വേണ്ടി വാങ്ങിയത്, പിന്നെ തരാൻ മറന്നുപോയി. അങ്ങനെയാ ഇവിടെ വന്നിട്ട്. മനസ്സിലായി. എടോ, ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊന്നും ഇങ്ങനെ അലക്ഷ്യമായി ആരുടെയും കയ്യിൽ കൊടുത്തിട്ട് പോകരുത്. എന്നും എപ്പോഴും ഭദ്രമായി സൂക്ഷിക്കണം. ഓക്കെ? സൂക്ഷിക്കാം സർ. എന്നാ വിട്ടോ. സോറി സർ. എന്താ? അല്ല, താങ്ക് യു സർ. ഞാൻ പോട്ടെ. ശരിക്കും അവളുടെ കിളി പോയതാണോ അതോ അങ്ങനെ അഭിനയിക്കുന്നതാണോ? എടോ, താനവിടെ നിക്ക്, ഗേറ്റ് ഞാൻ തുറന്നു തരാം. വേണ്ട സർ, ഞാൻ വന്നതുപോലെ തന്നെ പോയിക്കോളാം. തന്നോട് ഞാൻ പറഞ്ഞല്ലേ ഗേറ്റ് തുറന്നു തരാവുന്നു. ഇപ്പൊ വീണപ്പോ സന്തോഷമായില്ലേ? കൈ മുറിഞ്ഞല്ലോ. എന്തിനാണോ താൻ ഈ ആവശ്യമില്ലാത്ത സർക്കസിനൊക്കെ പോയത്? മര്യാദ പറഞ്ഞാൽ കേക്കില്ല. വരൂ, ഞാൻ മുറിവ് ഡ്രസ് ചെയ്ത് തരാം. വേണ്ട സർ, അത്രയ്ക്കൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. പറയുന്നത് കേക്ക്. വേണ്ട സർ, കുഴപ്പമില്ല, ഞാൻ പോവാ.
ഹലോ ദയാ, താൻ എവിടെയാ? എന്തേ കാര്യങ്ങള്? എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ ആണെന്ന് പറയാൻ പറ്റില്ല സർ. പവൻ സാർ എന്നെ കൈയോട് പിടികൂടി. ഓ ഗോഡ്. എന്നിട്ട് താൻ അവിടെ എന്തിനാ ചെന്നെന്ന് ചേട്ടായി ചോദിച്ചോ? പിന്നെ ചോദിക്കാതിരിക്കോ? ഞാൻ ശരിക്കും പെട്ടുപോയി സർ. എന്നിട്ട് താൻ എന്ത് പറഞ്ഞു? എന്തൊക്കെയോ പറഞ്ഞു. സാർ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു സാധനം തരാൻ മറന്നു, അതെടുക്കാൻ വന്നാന്ന് പറഞ്ഞു. എന്നിട്ട് ചേട്ടായി ഇത് വിശ്വസിച്ചോ? വിശ്വസിച്ചെന്ന് തോന്നുന്നു. ഭാഗ്യത്തിന് സാറിന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഡയമണ്ട് റിംഗിന്റെ ബോക്സ് കിട്ടി. ഞാനത് എന്റെയാന്ന് പറഞ്ഞു. അത് പവൻ സാറിന് അത്ര വിശ്വാസമായിട്ടില്ലെന്ന് തോന്നുന്നു. സാറ് ടെൻഷൻ ആവണ്ട. ആ ഫയല് ഭദ്രമായി ഞാൻ ആ ഹാളിലെ വലിയ പേസിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. പവൻ സാറ് കാണാതെ സാർ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റണം. ഓക്കെ, അത് ഞാൻ ഡീൽ ചെയ്തോളാം. ശരി. ദയാ, ചേട്ടായി ആ ഡയമണ്ട് റിങ്ങിനെ പറ്റി കൂടുതലൊന്നും ചോദിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അത് എന്റെയെന്ന് പറഞ്ഞത് സാർ അത്ര വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഞാൻ നാളെ അത് ഓഫീസിൽ കൊണ്ടുവരാം. ഏയ് വേണ്ട, കുറച്ച് ദിവസത്തേക്ക് അത് താൻ തന്നെ സൂക്ഷിച്ചാ മതി. അയ്യോ സർ, അത് പറ്റില്ല. അതെന്റെ കയ്യിലിരിക്കുന്നത് സേഫ് അല്ല. അത് സാറ് തന്നെ സൂക്ഷിച്ചാ മതി. പ്ലീസ് സർ, എന്നെ നിർബന്ധിക്കരുത്. ഇതിന്റെ പേരിൽ ഇനിയും റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റില്ല. നിനക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ദയാ. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കുടുക്കിലും ചെന്ന് തലയിട്ടോളും. എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോ. അനുഭവിക്കേ, നിനക്ക് അങ്ങനെ തന്നെ വേണം. ഒന്ന് സഹായിക്കാൻ പോലും ആരും വരില്ല. ഈശ്വരാ, പെട്ടു. ഇനി ഇതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ദയക്കുട്ടി, എന്താ ഇവിടെ? എവിടെ പോയിട്ട് വരുവാ? ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയാ. ജോലി കഴിഞ്ഞോ? ഇത്ര വൈകിയാ? അതെന്ത് ജോലി? ദയക്കുട്ടി, ഇതൊന്നും ശരിയാവില്ല കേട്ടോ. എന്ത് ശരിയാവില്ലെന്ന്? അല്ല, ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും പ്രയാസമുള്ള ജോലിക്ക് പോയേണ്ട കാര്യം ദയക്കുട്ടിക്ക് ഇല്ലല്ലോ. ശരിയല്ലേ? അല്ല, ഞാൻ പറഞ്ഞ ശരിയല്ലേ? അല്ല, അത് പറ. ഹലോ, ഞാൻ എന്ത് ജോലി ചെയ്യണം, എപ്പോ വരണം, എപ്പോ പോണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. അതൊന്നും ഓർത്ത് ഉണ്ണി മുകുന്ദൻ ടെൻഷൻ ആവണ്ട. അല്ല, പോലെ ഞാനൊന്ന് പറയട്ടെ. എന്തിനാ ദയക്കുട്ടി എന്നോട് ഇങ്ങനെ വാശിയൊക്കെ കാണിക്കുന്നേ? അന്ന് ഇയാളുടെ വീട്ടിൽ വെച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കുറച്ച് ദിവസത്തേക്ക് ഞാൻ അമ്മയോട് മിണ്ടാനെ കൂട്ടാക്കിയില്ല. ആഹാരമൊന്നും കഴിക്കാതെ പിണങ്ങി നടക്കുമായിരുന്നു. എന്റെ വാശി അറിയാലോ ദയക്കുട്ടിക്ക്. ഒടുക്ക അമ്പിളി അമ്മ എന്റെ ഈ കാല് പിടിക്കേണ്ടി വന്നു, അറിയാമോ? ശരിക്കും എന്റെ ഈ ഉണക്കവത്തി പോലത്തെ കാല് പിടിച്ച് ഞാൻ വിടുവോ? എന്നോടാ കാര്യം ഭയങ്കരം തന്നെ. സമ്മതിച്ചിരിക്കും. എന്നാ ഞാൻ പോട്ടെ. അങ്ങനെ പോവല്ലേ ദയക്കുട്ടി. ഞാൻ പറഞ്ഞു വന്നത് ദയക്കുട്ടിക്ക് മനസ്സിലായി. പ്ലീസ്, നേരെ ഒരുപാടായി. ഞാൻ പോട്ടെ, നമുക്ക് പിന്നെ സംസാരിക്കാം. ശരി, എന്നൊരു കാര്യം ചെയ്യാം. ദയക്കുട്ടി വാ, ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ നടന്നോളാം. അതൊന്നും സാരമില്ല. ഇനിയിപ്പോ നടന്നു പോണ്ട. വാ, കേറ്. വേണ്ട, ഞാൻ വീട്ടിൽ കൊണ്ടുപോയിടാന്നേ. ദയക്കുട്ടി, എന്താ ഇത്? ഇങ്ങോട്ട് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇങ്ങോട്ട് പോവാൻ നോക്ക്. അയ്യോ, അങ്ങനെ പറയല്ലേ. എനിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കരുതിട്ടാണോ? എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനിയിപ്പൊ ദയക്കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദയവ് ചെയ്ത് വന്ന് കേറും. വാ, ഞാനല്ലേ പറയുന്നത്. വാന്നേ ജയക്കുട്ടി, വാ. എന്താ? അയ്യോ അമ്മ. അമ്മ ഇതെവിടെ പോയിട്ട് വരുമായിരുന്നു? നിന്റെ അച്ഛ വീട്ടിൽ നിന്ന് വരുന്ന വഴിയാ. എന്താ ബോധിച്ചില്ലേ നിനക്ക്? ഓഹോ, അപ്പൊ വൈകിട്ട് ഷട്ടിൽ കളിക്കാനെന്ന് പറഞ്ഞ് പോകുന്നത് ഇതിനു വേണ്ടിയായിരുന്നോടാ? ഇത് ഓലമടലല്ല. ഇതേ കൊണ്ടുവാടാ ഇങ്ങോട്ട്. അമ്മ, സത്യമായിട്ട് ഞാൻ ഷട്ടിൽ കളിക്കാൻ വേണ്ടി തന്നെയാ പോയത്. ഞാൻ ഇവിടെ വെച്ച് കണ്ടുന്നേ ഉള്ളൂ.
അമ്മയാണ് സത്യം. വേണ്ടടാ, നീ കൂടുതൽ കള്ളസത്യം ഒന്നും ചെയ്യണ്ട. പെറ്റ തള്ളയുടെ കണ്ണി പൊടി ഇട്ടിട്ട് കൺട്രോളുമാരുമായിട്ട് ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നതാണല്ലേടാ. നിനക്കിനി മതിയായില്ല അല്ലടി? അമ്മ അമ്മ ഒന്ന് അടങ്ങ് അമ്മ പ്ലീസ്. ഇത് വഴിയാണ്, നാട്ടുകാർ ശ്രദ്ധിക്കും. നീ മിണ്ടരുത്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്ക് അറിയാടി. പറയേണ്ടതേ കൊള്ളാവുന്ന വീട്ടിലെ ചെക്കന്മാരെ വലവീശി പിടിക്കാൻ നിന്നെയൊക്കെ എങ്ങനെ ഉടുത്തൊരുക്കി വിടുന്ന നിന്റെ തള്ളയോട് തന്തയോടുവാ. അവരോട് ഇന്ന് 2 കവള് പറഞ്ഞിട്ടേ ഈ അമ്പിളിയമ്മ ഇന്നിന് വീട്ടിൽ കയറും. വണ്ടിയാ വണ്ടി എടുക്കരുത്. എടാ, വണ്ടി എടുക്കരുത്. കൊല്ലിച്ചൻ. എടാ, വണ്ടി എടുക്കരുത്. മാറങ്ങോട്ട്. എടാ, വണ്ടിയില്. അമ്മ ദേ പോലെ അമ്മ പ്ലീസ് പ്ലീസ് അമ്മ വേണ്ട. അവന്റെ ഒരു അമ്മ പ്രേമം വേണ്ട അമ്മ. ഇന്ന് ഞാൻ തീർത്തരാം. പോലെ അയ്യോ പോലെ ദാണ്ടെ ദയക്കുട്ടി അമ്മ അല്ല ദയക്കുട്ടി അല്ല ദയക്കുട്ടി അമ്മ ഇപ്പൊ വരുമെന്ന് അല്ല ഒന്നുകൂടെ പേടിക്കട്ടെ. എല്ലാം ഞാൻ മാനേജ് ചെയ്തോളൂ. പോട്ടെ. എന്റെ ദൈവമേ ഈ തള്ളയെ കൊണ്ട് പേടിക്കണ്ട കേട്ടോ. നേരെ ഇരുട്ടി തുടങ്ങി. ദേ ഇതുവരെ വന്നില്ലല്ലോ. ഈ പെണ്ണ് എവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുവാണോ എന്തോ. അവളിങ്ങ് വന്നോളും. ചിലപ്പോ സലോമിയുടെ വീട്ടിലെങ്ങാനും കയറിയതാവും. എങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ അവക്ക്? ഞാൻ വിളിച്ചപ്പോ ഫോൺ എടുത്തതുമില്ല. ക്ഷമയുടെ കോള് കട്ട് ചെയ്യുകയും ചെയ്തു. ഇനി വരട്ടെ. ഉദ്യോഗക്കാരി ആയതിനു ശേഷം പെണ്ണിന് ഇത്തിരി നെകളിപ്പ് കൂടുതലാ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അമ്മ പറഞ്ഞേക്കും. അമ്മ പോലെ അമ്മ പ്ലീസ്. ഇവരെന്താ ചോദിച്ചിട്ട് കാര്യം. അമ്മ പോലെ പ്ലീസ്. എന്റെ ജീവിതം നശിപ്പിക്കില്ല അമ്മ പ്ലീസ്. അമ്പിളിയമ്മയുടെ കളി. അമ്മ നിക്ക്, ഞാൻ ഒന്ന് പറയട്ടെ. അമ്മ വിചാരിക്കുന്ന പോലെ അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവരെന്താ ഇവിടെ? അമ്മ വേണ്ട അമ്മ വേണ്ട അമ്മ വേണ്ട. എന്താ എന്താ അമ്പിളിയമ്മ, എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? അത് തന്നെയാ എനിക്കും അറിയേണ്ടത്. എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നമെന്ന്? ദേ സിദ്ധാർത്ഥ, പെൺമക്കളെ തോന്നിയതുപോലെ കയറൂരി വിട്ടിട്ട് വീടിനകത്ത് അടച്ചു പൂട്ടി ഒന്നും അറിയാത്ത പാവം കളിച്ചിരിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ല കേട്ടോ. ദേ അമ്പിളിയമ്മേ, മര്യാദയ്ക്ക് സംസാരിക്കണം. എന്റെ മക്കളെ കയറൂരി വിട്ടിക്കാണ് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഒന്ന് ചുമ്മായിരുന്നേ. എന്ത് ദ്രോഹം എന്റെ മക്കൾ നിങ്ങളോട് ചെയ്തേ? അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയട്ടെ. എന്താ എന്താ മൂന്നിനുണി? അത് പിന്നെ ഒന്നുമില്ല അങ്കിളെ. ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞാൻ നീ മിണ്ടി പോരുത്. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളാം. എന്റെ ചെക്കന് വേണ്ടി ഞാൻ ഇവിടെ പെണ്ണ് ചോദിച്ചു വന്നത് നിങ്ങളുടെ കുടുംബ മഹിമയും പത്രാസും ഒന്നും കണ്ട് കണ്ണു മഞ്ഞളിച്ചിട്ടൊന്നും അല്ല. ഇവന്റെ പിടിപ്പ് കേടുകൊണ്ട് പറ്റിപ്പോയ ഒരു അബദ്ധം. മോന് ഇഷ്ടമായി പോയല്ലോ എന്ന് കരുതി കണ്ണടച്ചതേ വന്ന് കയറുന്ന പെണ്ണും അവളുടെ വീട്ടുകാരും ഒക്കെ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റാൻഡേർഡിലേക്ക് വന്നോളുമല്ലോ എന്ന് കരുതിയ. പക്ഷേ അട്ടയ്ക്ക് പട്ടുമെത്ത വിരിച്ചു കൊടുത്താലും കുപ്പക്കുഴി കണ്ടാൽ അത് അങ്ങോട്ടേ എഴയുള്ളെന്ന് ഇവിടെ വന്ന് കയറിയപ്പോ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ആ ബന്ധം ഞാൻ അന്നത്തോടെ വച്ചു കെട്ടി സലാം പറഞ്ഞത്. പിന്നെയും പെമ്മക്കളെ വെച്ച് അമ്പിളിയമ്മയെ പൊട്ടിയാക്കാൻ വന്നാലുണ്ടല്ലോ. മതി, നിർത്ത്. നിങ്ങൾ ആരാ പൊട്ടിയാക്കാൻ വന്നത്? സലാം പറഞ്ഞ് പോയവരെ ആരും ഇവിടെ കാലേ കെട്ടി വീണ് തിരിച്ചു വിളിച്ചിട്ടില്ല. ഇനി ഒട്ടും വിളിക്കത്തുമില്ല. ഞങ്ങൾക്കുണ്ട് അന്തസ്സും അഭിമാനമൊക്കെ. ഓ, പിന്നെ വലിയ അന്തസ്സുകാർ വന്നിരിക്കുന്നു. എന്നിട്ടാണോ എന്റെ ചെറുക്കനെ വീണ്ടും വലവീശി പിടിക്കാൻ മോളെ ഉടുത്തൊരുക്കി പറഞ്ഞയക്കുന്നത്? ദേ അമ്പിളിയമ്മേ, ഇനി നിങ്ങളുടെ വായിന്നൊരു വാക്ക് വീണ ചൂലെടുത്ത് ഞാൻ മുഖത്തടിക്കും. മര്യാദ കിടന്ന് പോകുന്നതാ നല്ലത്. അമ്മ വാ പോവാ. എന്നല്ലേ നീ ഒന്നും മിണ്ടാതിരിക്കേ. എല്ലാവരും ഒരുപോലെ തുടങ്ങിയാൽ എങ്ങനെ? ദേ അമ്പിളിയമ്മേ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയേ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വേണ്ടടോ, ആരും അങ്ങനെ വലിയ പരിഹാരവും പ്രായച്ചിത്തം ഒന്നും ചെയ്യണ്ട. വേണ്ടത് എന്താന്നേ ഈ അമ്പിളിയമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ദേ ഇനി ഇമാതിരി തറവേലം കൊണ്ട് എന്റെ അടുത്ത് വന്നാ കുടുംബം അടക്കം ഞാൻ എല്ലാത്തിനും കോടതി കയറ്റും. പറഞ്ഞില്ലാന്ന് വേണ്ട. പിന്നെ ചൂലെടുത്ത് എന്റെ മുഖത്തടിക്കുന്നതിന് മുമ്പ് സ്വന്തം പെൺമക്കളെ മര്യാദയ്ക്ക് വളർത്താൻ പറ തന്റെ പെണ്ണും പിള്ളയോട്. ഇവരെ ഞാൻ എന്റെ അമ്മ ഒന്ന് അടങ്ങുന്നുണ്ടോ? ഇതേ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. ആ നമുക്ക് പോവാം. കേക്കട്ടാ, എല്ലാരും അറിയട്ടെ അമ്മയുടെ മക്കളെ കയ്യിലിരിപ്പ് എന്താണെന്നും. ദാണ്ടെ അങ്ങോട്ട് പോകുന്നു. ആഹാ, നിങ്ങൾ കേക്കണം.
ജോലി ചെയ്ത കമ്പനിയിൽ കള്ളത്തരം കാണിച്ചതിന് ഒരുത്തി അവിടുന്ന് പറഞ്ഞു വിട്ടു. മൂത്തവള് ഷെഡിൽ കയറിയപ്പോ ഇവരെ ഒരു ഉളുപ്പും ഇല്ലാതെ പറഞ്ഞിട്ട് ഇളയവളെ പറഞ്ഞു വിട്ടിരിക്കുക ഈ അമ്മച്ചി. ഏയ്, ലതേ, വേണ്ട. നാണവും മാനവും ഇല്ലാത്ത വർഗം. ഇത് എന്തോന്ന് പൊന്നുമോള് പോയതേ ഉദ്യോഗത്തിന് തന്നെയാണോ അതോ വല്ല ആമ്പിള്ളാരുടെയും കൂടെ നാടു ചുറ്റാനാണോന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. എന്റെ മക്കളെ കുറിച്ച് എന്താ നീ പറഞ്ഞേ? അയ്യോ ആന്റി ലതേ, നീ എന്താ ഈ കാണിക്കുന്നെ? വന്നേ. എന്റെ മക്കളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. ലതേ, ലതേ, നിന്റെ തള്ളയെ വിളിച്ചിട്ട് പോടാ. ലതേ, നീ ഇങ്ങോട്ട് വന്നേ. തന്റെ ഭാര്യയ്ക്ക് ഭ്രാന്താണെങ്കിൽ കൊണ്ടുപോയി ചങ്ങനെ കേട്ടോ. വണ്ടി ഇറക്കാം, ഓടാ വേഗം. അവർക്ക് ഇതൊന്നും ഒരു ഉത്തരിയല്ല. നിങ്ങൾ വീട്ടിൽ പോ. നീ വാ, നമുക്ക് പോവാം. ദേക്കുട്ടി ഒന്നുമില്ല, എല്ലാം ഞാൻ പറഞ്ഞ് സോൾവ് ആക്കിയിട്ടുണ്ട്. എന്നാ പോട്ടെ. എവിടെ തന്നെ നടക്കുവായിരുന്നീ ഇതുവരെ? അതെ. ഒരു തരത്തിലും ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? എന്താ ഭ്രാന്ത് പിടിച്ചോ? ഏ? അതെ, എനിക്ക് ഭ്രാന്താ, മുഴുത്ത ഭ്രാന്ത്. ചത്താ മതി എനിക്ക്, മടുത്തു. നീ വന്നേ. എന്നെ വിട്. വരാനാ പറഞ്ഞേ. മുറിയിലേക്ക്. എന്താ ചേച്ചി ഉണ്ടായത്? എല്ലാവരുടെ മുമ്പിൽ നാറി നാണം കിട്ടും. സമാധാനമല്ലോ നിനക്ക്? നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ഇന്നത്തെ സംഭവം ഇത്രയും വഷളായത് നിന്റെ എടുത്തേറ്റം കൊണ്ട് മാത്ര. ഓ, അത് ശരി. ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ ഭാഗത്താ? എന്താ സംശയം? അച്ഛൻ പറഞ്ഞ ശരി തന്നെയാ. അമ്മ ഭയങ്കര ഓവറായിരുന്നു. കൊള്ളാലോ. ഇപ്പൊ മോളും അച്ഛന്റെ സൈഡായി. വേണം, എനിക്കിത് തന്നെ കിട്ടണം. സന്തോഷായി. ഞാൻ ആരുടെ സൈഡ് പറഞ്ഞതല്ല. അവരുടെ മുമ്പില് ഇത്രയ്ക്ക് അങ്ങോട്ട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു അമ്മയ്ക്ക്? ഭയങ്കര ബോറായി പോയി. അമ്മ നോക്കണ്ട, ഞാൻ പറഞ്ഞ സത്യം. അവര് പറഞ്ഞ തോന്നിയാസങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി പറയണോന്ന് അമ്മയ്ക്ക് എന്തായിരുന്നു ഇത്ര വാശി? അപ്പോ അവരും പറഞ്ഞു ജയിക്കാൻ ശ്രമിച്ചു. സംഗതി കൂടുതൽ വഷളാവാൻ ചെയ്തു. ഈശ്വര, ഇനി അയൽപ്പക്കത്തുള്ളവരുടെ മുഖത്ത് നമ്മൾ എങ്ങനെ നോക്കും? ആ സുധർമാറ്റയൊക്കെ ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുക. ഇനി അവരോടൊക്കെ നമ്മൾ എന്ത് സമാധാനം പറയുവോ? അതൊന്നും പറഞ്ഞാൽ നിന്റെ അമ്മയ്ക്ക് മനസ്സിലാവില്ലല്ലോ. തെറിക്കുത്തരം മുറിപ്പത്തലെന്ന പോലെ ഉറഞ്ഞുള്ളി നിൽക്കുന്നില്ല. കുറച്ചൊക്കെ വകതിരിവോട് പെരുമാറണല്ലേ? മനസ്സിലായി. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. അമ്പിളിയമ്മയുടെ മുന്നിൽ മാത്രമല്ല, സ്വന്തം വീട്ടുകാരുടെ മുന്നിലും ഞാനാ തെറ്റുകാരി. എല്ലാം എന്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതാ. നന്നായി, സന്തോഷായി എനിക്ക്. നീ എന്തായാലും ഇങ്ങനെ എല്ലാത്തിനും കാരണക്കാരി നീയാണെന്നാണോ ഞങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? വേണ്ട വേണ്ട, ആരും എനിക്ക് കൂടുതൽ പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്തൊന്നും വേണ്ട. ഇല്ല, എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഏതോ ഒരുത്തി കുടുംബത്തിൽ വന്നു കയറി മക്കളെയും ഭർത്താവിനെ അധിക്ഷേപിച്ചപ്പോ ഞാനൊന്ന് പ്രതികരിച്ചു പോയി. ഓ, അതൊരു മഹാ അപരാധമായി പോയെന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. ആരെന്ത് തോന്നിയാസം പറഞ്ഞാലും മിണ്ടാതെ കേട്ടോണ്ട് നിന്നോണം. അതാണ് മര്യാദയും മാന്യതയും. എനിക്കതൊന്നും അറിയില്ലല്ലോ. ഞാനൊരു പൊട്ടിയല്ലേ. നേരം വെളുത്ത ഇരുട്ടുവോളം അടുക്കളയിൽ വല്ലതും മടച്ചുണ്ടാക്കൽ മാത്രമാണല്ലോ എന്റെ ജോലി. നിങ്ങളൊക്കെ വലിയ വിവരവും സംസ്കാരമുള്ള ആൾക്കാര്, സമ്മതിച്ചു. ആരും വിഷമിക്കണ്ട. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നിങ്ങൾ ആരും ഒരുത്തരുടെ മുന്നിൽ നാണം കെടാൻ പോകുന്നില്ല. ആരോടും ഞാൻ ഇനി ഒന്നിനും വരുന്നില്ല. ഒരു വേലക്കാരിയെ പോലെ ഞാൻ ഇവിടെ എവിടെയും ചുരുട്ട് കൂടിക്കോളാം. നിങ്ങൾ അച്ഛനും മക്കളും കൂടി ജീവിച്ചോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. വെളുക്കാൻ തെച്ചത് പാണ്ടായല്ലോ മോളെ.
ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? നാളെ മുതൽ അമ്മയുടെ ഷോ കൂടി സഹിക്കേണ്ടി വരും. കഷ്ടം. നിന്റെ കൈക്കെന്ത് പറ്റി?